അസ്സലാമലൈക്കും. എൻ്റെ പേര് മൻസൂർ എന്നാണ്. 23 കൊല്ലം പ്രവാസിയായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അവസാനം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ 2 കിഡ്നികളും ഫുള്ള് തകരാറിലാണ്. 4 കൊല്ലം ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. ഒരു നിവൃത്തിയുമില്ല. സുഹൃത്തുക്കളുടെ ഈ നാട്ടിൽ സഹായത്തിനാണ് മുന്നോട്ട് വെക്കുകൊണ്ടിരുന്നത്. എൻ്റെ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നശിച്ചു. മറ്റുള്ള അവയവങ്ങൾ ചെറിയ രീതിയിൽ നശിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ എത്രയും വേഗം കിഡ്നി മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ സഹായം എന്നെ കൈവിടരുത്. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. 6 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഒരു റൂമിൽ താമസിച്ചിരുന്നാണ്. ദുബായിൽ ആർക്ക് പാവപ്പെട്ട ഒരാൾക്ക് ഒരു സഹായമാണെങ്കിൽ സഹായിക്കുന്ന ഒരാളാണ്. 5 വക്ത് നിസ്കരിക്കുന്ന ഒരാളാണ്. ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരു മാണിക്കക്കല്ലാണ്. പൊന്നുമോള് അപ്പുറത്തുണ്ട്. വാപ്പാക്ക് വേണ്ടി യാചിക്കാൻ വേണ്ടിക്കൊണ്ട് വന്ന് നിൽക്കാൻ വേണ്ടിക്കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കാണ്. കൈവിട്ട് പോകരുത് കേട്ടോ. ഇത് കാണുമ്പോൾ എൻ്റെ ചങ്കുകൾ എന്തെങ്കിലും സഹായിക്കണേ. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണേ. കൈവിട്ട് പോകരുത്. ഈ കുടുംബത്തിന് ഒരുപാട് ആൾക്കാരെ സഹായിച്ചതാണ്. ഇന്ന് അവനക്ക് സഹായമില്ല. റബ്ബിന്റെ വിധിയായിരിക്കും. നമ്മൾ കൈവിടരുതട്ടോ. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം കൊളത്തപ്പുഴയിലെ ചോഴിയക്കോട് ജുമാ മസ്ജിദിന്റെ മുന്നിലാണ്. ഇവിടുത്തെ മഹല്ല് ഭാരവാഹികള്, ജനപ്രതിനിധികള്, ഈ നാട്ടുകാരൊക്കെ പ്രിയപ്പെട്ട മൻസൂറിന് വേണ്ടി സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുക. 23 വർഷക്കാലം പ്രവാസിയായിട്ടുള്ള മൻസൂർ ഒമാനിലും ദുബായിലൊക്കെ പ്രവാസിയായി ജോലി ചെയ്ത, ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത മൻസൂർ തന്റെ നാട്ടിലെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികള്, അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്കൊക്കെ വേണ്ടിയിട്ട് തന്റെ സമ്പാദ്യത്തിൽ നിന്ന് കിട്ടുന്ന സഹായം നൽകുന്ന മൻസൂർ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ നാട്ടിലെ പ്രയാസം അനുഭവിച്ചവരെ ചേർത്ത് പിടിച്ചിരുന്ന മൻസൂർ ഇന്ന് 2 കിഡ്നിയും പോയിട്ട് നമ്മുടെ മുന്നിൽ ഒരു അഭ്യർത്ഥനയുമായിട്ട് വരുമ്പോ പ്രവാസികളായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവരൊക്കെ മൻസൂറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുക. അസുഖം കൂടിയിട്ട് ഡയാലിസിസ് ചെയ്യാൻ പോലും വഴിയില്ലാതെ തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് കരഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ കൈ നീട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. എന്റെ കൂടെ റഹ്മാൻ വന്നിട്ടുണ്ട്. റഹ്മാന്റെ കൂടെ ദുബായില് 7 വർഷം ജോലി ചെയ്തിരുന്ന മൻസൂറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മൻസൂറിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അവന്റെ കിഡ്നി മാറ്റിവെക്കാൻ 30 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. മൻസൂറിന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മൻസൂറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സംഗമിച്ചിട്ടുള്ളത്. ഇവിടെ പറയപ്പെട്ടതുപോലെ 23 വർഷക്കാലം പ്രവാസ ജീവിതം നയിച്ച അദ്ദേഹം നാട്ടിലെ മുഴുവൻ സാമൂഹിക പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ദുശ്ശീലവുമില്ലാതെ നല്ല ജീവിതം നയിക്കുകയും ചെയ്ത വളരെ പ്രിയങ്കരനായ ഒരു സഹോദരനാണ്. 12 വയസ്സുള്ള ഒരു കുട്ടിയാണ് അദ്ദേഹത്തിന് ഉള്ളത്. 23 വർഷം നാടിനു വേണ്ടി, നാട്ടാർക്ക് വേണ്ടി പള്ളിയിൽ നമസ്കരിച്ച് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു സഹോദരൻ കണ്ണീരോടെ, വേദനയോടെ നമുക്ക് മുന്നിൽ കൈനീട്ടുന്ന ഒരു ദയാർഹമായ നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അദ്ദേഹത്തിനെ സഹായിക്കൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടി, നമ്മുടെ സാമൂഹ്യ ബാധ്യത കൂടിയാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവരും അകമഴിഞ്ഞ് ആ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓം ശങ്കരായ നമഃ. എൻ്റെ പേര് ഷിജിത്ത് ശർമ്മ. ഞാൻ അമ്മയമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ചോഴിക്കോട് ദേശത്തിൽ മൻസൂർ എന്ന സഹോദരൻ്റെ 2 വൃക്കകളും തകരാറിലാണ്. ഈ വീഡിയോ കാണുന്നവരൊക്കെ മൻസൂറിനെ സഹായിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ ഷാജഹാൻ ചോഴിയക്കോട്. മൻസൂർ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനാണ്. സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മൻസൂർ ഇന്നലകളിൽ സജീവ സാന്നിധ്യമായി ഈ നാട്ടിൽ നിലകൊണ്ട ഒരു വ്യക്തിയാണ്. 4.5 വർഷക്കാലം കൊണ്ട് മൻസൂറിൻ്റെ 2 വൃക്കകളും തകരാറിലായി ഇപ്പോൾ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ മറ്റ് പോംവഴികളൊന്നും തന്നെ മുന്നിലില്ല. ആയതിനാൽ ഈ മൻസൂർ എന്ന ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ മൻസൂറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത് സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാൻ കുളത്തൂപ്പുഴ പഞ്ചായത്ത് മൈലമൂട് വാർഡ് മെമ്പറാണ്. നമ്മുടെ നാട്ടിലെ മൻസൂർ എന്ന സഹോദരൻ്റെ 2 വൃക്കകളും തകർന്ന് ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലാണ് ഞാൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഏറെക്കുറെ 30 ലക്ഷത്തോളം രൂപ സമാഹരിക്കാൻ ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരും മുന്നോട്ട് വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്ത് അദ്ദേഹത്തിനെയും കുടുംബത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.